19 നിന്ന്. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുന്ന് രാജകീയ അധികാരത്തിൽ കീഴിലാണ്. കർത്താവ് ശക്തമായ കർത്താവിന്റെ ഹിതങ്ങളെ അവിടുത്തെ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായ ആത്മം നഷ്ടമായ ഫലമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ വസ്ത്രം പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു. കൂടാരത്തെ പോലെ അവിടുത്തെ ആകാശത്തെ വിരിച്ചിരിക്കുന്നു. അങ്ങയുടെ കീഴിൽ അങ്ങയുടെ മന്ദിരത്തിൽ തുലാങ്ങൾ ജലത്തിന് മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങ് വനമേഖലകളിൽ രഥമാക്കി കാറ്റിൽ ചെറുകളിൽ സഞ്ചരിക്കുന്നു. അവിടുത്തെ കാറ്റുകളെ ദൂതര് അഗ്നിയാക്കി അഗ്നിജ്വാലകളെയും സേവനവരുമാക്കി അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തെ മേലുള്ള ഉറപ്പിച്ച് അത് ഒരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ അഴികൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്ന് അങ്ങ് വിസർജിക്കുവിൻ, അവ ഓടിയകലുന്നു. അങ്ങ് ഇടിമുഴങ്ങുമ്പോൾ അവ പലായനം ചെയ്യുന്നു. അവിടുത്തെ നിർദ്ദേശം ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വാരങ്ങൾ താണു നിൽക്കുന്നു. ജലം വീണ്ടും ഭൂമിയിലേക്ക് മുടതിരിക്കാൻ അങ്ങ് അതിനെ അലംഘനീയമായ അങ്ങ് നിശ്ചയിച്ചു. അവിടുന്ന് താഴ്വാരത്തിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു. അവ മലമുകളിലൂടെ ഒഴുകുന്നു. എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശപ്പറവുകൾ അവിടെ തീർത്തു വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നയിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികളുടെ ഫലം അനുഭവിച്ചു ഭൂമിയെ തൃപ്തിയാക്കുന്നു. അവിടുന്ന് കന്നുകാലികൾക്ക്